ഹലോ. അപ്പോൾ ഒരു വീക്കിലി ഗ്രോസറി പർച്ചേസും അതുപോലെ തന്നെ കുറച്ച് ലീഫി വെജിറ്റബിൾസിന്റെ അറേഞ്ച്മെന്റും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം ആദ്യം നമ്മൾ കാണിക്കുന്ന സബോളയാണ്. സബോള നമ്മൾ ഒരു 3 കിലോയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 ആഴ്ചത്തേക്ക് ആ സബോള മതിയാകും, 3 കിലോ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ട്, ഒരു 1/4 കിലോയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പക്ഷെ ചെറിയ ഉള്ളി നല്ല വിലയായതുകൊണ്ടാണ് കേട്ടോ അത്രയും എടുത്തേക്കുന്നത്. അതും ഇതുപോലെ ചെറിയൊരു ബോക്സിലിട്ട് നമ്മൾ അടച്ചാണ് വയ്ക്കുന്നത്. ചീത്തയൊന്നും നമ്മൾ ചേർക്കത്തില്ല, ബാക്കിയുള്ളത് കൂടി ചീഞ്ഞു പോവും. അപ്പോൾ അതും നമ്മൾ സെറ്റാക്കി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് സൂക്ഷിക്കുന്നത്. പിന്നെ ഇപ്പം ഷുഗർ വാങ്ങിയിട്ടുണ്ട്, അത് 5 കിലോയുടെയാണ്. അത് 1 മാസത്തേക്ക് നമുക്ക് ഏകദേശം നിൽക്കും കേട്ടോ. പിന്നെ നമ്മളിപ്പം അരിപ്പൊടി വാങ്ങിയിട്ടുണ്ട്. അരിപ്പൊടി എന്ന് വെച്ചാൽ നമുക്ക് അപ്പത്തിനും അതുപോലെ തന്നെ ദോശയ്ക്ക് എടുക്കത്തില്ല ഞാൻ, ഇടിയപ്പത്തിന്, പിന്നെ നമ്മൾ കൊഴുക്കട്ട പോലെയുള്ളതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ അരിപ്പൊടിയാണ് ഇട്ട് എടുക്കുന്നത്. പിന്നെ ശർക്കര വാങ്ങിയിട്ടുണ്ട്, അത് 1/2 കിലോയുള്ള ശർക്കരയെ മേടിച്ചിട്ടുള്ളൂ, അടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മുടെ ബ്രൗൺ എഗ്ഗാണ് കേട്ടോ, അത് അത്യാവശ്യം വലിയ എഗ്ഗാണത്. പിന്നെ ഒരു കാപ്പിപ്പൊടി മേടിച്ചിട്ടുണ്ട്, നെസ്കഫേയുടെയാണ്, അതൊരു 50 ഗ്രാമിന്റെ മേടിച്ചേക്കുന്നത്, ചെറുതേ മേടിച്ചിട്ടുള്ളൂ. കാരണം കാപ്പി വളരെ കുറവാണ്, തേയിലിട്ടിട്ടുള്ള കട്ടൻ ചായയാണ് കൂടുതലും. പിന്നെ അടുത്തത് നിലക്കടലയാണ്. ഇടയ്ക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ വറക്കാൻ പാകത്തിനുള്ള നിലക്കടല വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്, ഒരു മിൽക്ക് ബ്രെഡ്, അത് അത്യാവശ്യം വലിയൊരു ബ്രെഡ് തന്നെയാണ്. പിന്നെ നമ്മുടെ പപ്പടം വാങ്ങിയിട്ടുണ്ട്, അത് 50 പീസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ 1 മാസത്തേക്ക് എനിക്ക് ഏകദേശം ആ ഒരു പപ്പടം മതിയാകും. പിന്നെ നമ്മൾ അടുത്തത് വാങ്ങിയേക്കുന്നത് കടലമിഠായിയാണ് കേട്ടോ. ഇത് മസ്റ്റായിട്ട് എപ്പോൾ പർച്ചേസിന് പോലും വാങ്ങിക്കുന്ന ഒരു സാധനമാണ് ഈ കപ്പലിൻ്റെ മിഠായി. പിന്നെ എന്താന്ന് വെച്ചാൽ കുറിക്കാനൊക്കെ ആയിട്ടുള്ള ചെറിയൊരു സ്നാക്സ് ആണ് ഇത്. പൊട്ടറ്റോയുടെ ഒരു സ്നാക്സ് ആണ് കേട്ടോ, പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നതാണ്. പിന്നെ നമ്മൾ തേയില വാങ്ങിയിട്ടുണ്ട്, അത് 2 ടൈപ്പ് തേയില വാങ്ങിക്കും. ഒരെണ്ണം കട്ടൻ ചായക്കും അതുപോലെ തന്നെ ഒരെണ്ണം പാൽച്ചായക്കും. അത് കടുപ്പം കുറഞ്ഞത് ഞാൻ കട്ടൻ ചായക്കും എടുക്കും, കടുപ്പം കൂടിയിട്ടുള്ളത് നമ്മൾ പാൽച്ചായക്കും എടുക്കും. അങ്ങനെ 2 തേയില വാങ്ങിക്കും. പിന്നെ ഇപ്പോൾ ഒരു ഫാമിലി പാക്കറ്റ് ക്രാക്ക് ജാക്കിന്റെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ആയിട്ട്. പിന്നെ സോപ്പ് വാങ്ങിയിട്ടുണ്ട്, മന്ത്ലി 4-5 സോപ്പോളം വേണം, അപ്പോൾ അതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിറ്റർജന്റ് വാഷിംഗ് പൗഡർ വാങ്ങി. പിന്നെ നമ്മൾ ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് കേടാവുന്ന കുറച്ച് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നാരങ്ങയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി ഒരു 4 മണിക്കൂറോളം വെള്ളം തോരാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റായിട്ട് അവിടെ ഇരിക്കും. പിന്നെ നമുക്കതൊരു കണ്ടെയ്നറിലാക്കി പാക്ക് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഇത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് ഏകദേശം ഒരു 2-3 ആഴ്ചത്തേക്കുള്ള ഒന്നിച്ചെടുക്കും. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിന്റെ ഞെട്ടുണ്ടല്ലോ, ആ ഞെട്ട് എല്ലാത്തിന്റെയും മാറ്റും. അങ്ങനെ മാറ്റി അതും ഇതുപോലെ തന്നെ വെള്ളം തോരാനായിട്ട് ഒരു 4 മണിക്കൂറോളം വയ്ക്കും. കഴിവതും ഞാനിത് രാത്രി ചെയ്തിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ ഡ്രൈ ആയിട്ടിരിക്കും എല്ലാം. അപ്പൊ പിന്നെ നമുക്ക് സെപ്പറേറ്റ് പാത്രത്തിലേക്ക് ആക്കിയാലും അത് ചീത്തയാവത്തില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടിഷ്യൂ വെച്ച് ഒപ്പി ഇനിയും വെള്ളം അതിലുണ്ടെങ്കിൽ അതങ്ങനെ കളഞ്ഞു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കറിവേപ്പിലയുണ്ട്. കറിവേപ്പില ഇതുപോലെ ഞാൻ കഴുകിയാണ് കേട്ടോ എടുക്കാറുള്ളത്. കറിവേപ്പില കഴുകുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കും കേട്ടോ. കാരണം കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ കെമിക്കലുകൾ ഉണ്ടെങ്കിൽ അത് പോവാനും നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും അതുപോലെ കഴുകി വേറൊരു ബോക്സിൽ ഒരു പാത്രത്തിലേക്ക് ഞാൻ വെള്ളം തോരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് മല്ലിയിലയാണ്. ഇതൊക്കെയാണ് പെട്ടെന്ന് ചീത്തയാകുന്ന നമ്മുടെ ലീഫി വെജിറ്റബിൾസ്. അപ്പം ആ മല്ലിയിലയും ഞാൻ അതുപോലെ തന്നെ കവർ പൊട്ടിച്ച് 2 പാക്കറ്റ് മല്ലി, എനിക്ക് 1 മാസത്തേക്ക് ഏകദേശം ഒരു 2 പാക്കറ്റോളം മല്ലിയില മതിയാവും. അപ്പോൾ 2 കെട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റബ്ബർ ബാൻഡൊക്കെ കളഞ്ഞ് അതും നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയിട്ട് ഇതുപോലെ ആ കറിവേപ്പിലയുടെ പാത്രത്തിലേക്ക് തന്നെ സൈഡിലാക്കിയിട്ട് നമ്മൾ വെള്ളം തോരാനായിട്ട് വച്ചു കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ഒരു നൈറ്റ് ഫുൾ ഇരിക്കുന്നുണ്ട്. രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ നമുക്ക് വെള്ളം തോർന്ന് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. ഈ നനഞ്ഞത് നമ്മൾ ഉണക്കാനായിട്ട് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് തന്നെ ഇത് വാടിയൊന്നും അധികം പോകത്തില്ല. പിന്നെ നമുക്കുള്ളത് ചീരയാണ് കേട്ടോ. ചീര അത് ഒരാഴ്ച കൊണ്ട് തന്നെ എടുത്ത് തീർക്കണം. അത്ര ഫ്രഷ് ഒന്നും ആയിട്ടുള്ള ചീരയല്ല നമുക്ക് കിട്ടുന്നത്. ചില സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് ചീര കിട്ടും. അത് സാധാരണ ഞാൻ കഴുകത്തൊന്നുമില്ല, കഴുകാതെ തന്നെ അത് ഒരു ന്യൂസ് പേപ്പറിലേക്ക് റാപ്പ് ചെയ്തങ്ങ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയോളം നമുക്ക്, 2-3 ആഴ്ചയോളം നമുക്ക് ചീരയും കേടുകൂടാതെ തന്നെ കിട്ടും കേട്ടോ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, അറിയാൻ വയ്യാത്തവർ ഇതൊക്കെ. അപ്പം ഇന്നലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച നമ്മുടെ നാരങ്ങയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അത് നമ്മൾ ചെറിയൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അതിന് മുമ്പ് നമ്മളത് നിറയ്ക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ടിഷ്യൂ പേപ്പർ അതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് അടച്ചു വെക്കുമ്പോൾ എങ്ങാനും വെള്ളം വന്നു കഴിഞ്ഞാൽ അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഇതെല്ലാം ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ അതുപോലെ കറിവേപ്പില ഞാൻ അടർത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം
അതിന്റെ വലിയ നല്ല കമ്പൊന്നും അല്ലത്. അപ്പൊ അത് കാരണമാണ് അത് അടർത്തി ഇല മാത്രമായിട്ട് വെച്ചേക്കുന്നത്. ഇതൊരു 3 ആഴ്ചയോളം കേടുകൂടാതിരിക്കും നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഒട്ടും വെള്ളം ഉണ്ടാവത്തില്ല അതിൻ്റെ അകത്ത്, നമ്മളത് തോരാൻ വെച്ചിരുന്നതുകൊണ്ട് തന്നെ. ഇനി മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കും. തീരെ വെള്ളമില്ലാത്ത സമയത്ത് വേണം കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട്. വെള്ളം ഉണ്ടെങ്കിൽ അവിഞ്ഞു പോവും. അത് മുറിച്ച് ഇതുപോലെ നമ്മൾ ചെറിയ കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിന്റെ ഉള്ളിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മല്ലിയില. അപ്പൊ അത്രയും